മധ്യപൂർവേഷ്യയിലെ കനത്ത ചൂടും പൊള്ളുന്ന സൂര്യനും മാത്രമുള്ള ഒരു ദേശത്താണ് ഈ വിസ്മയം സംഭവിച്ചത്. കാറ്റും മണലും മാത്രം അറിയുന്ന മരുഭൂമിയിലേക്ക് കടലിന്റെ വെള്ളം കൊണ്ടുവന്ന് ജീവജലമാക്കിയ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇസ്രായേലിന്റെ തെക്കുകിഴക്കൻ ഭാഗത്താണ് നെഗേവ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കിട്ടാത്തതിനാൽ ഇവിടെ കൃഷി അസാധ്യമായിരുന്നു. മഴ ലഭിക്കുന്നത് വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രം. വേനൽക്കാലത്ത് താപനില പലപ്പോഴും 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അടിവെള്ളവും വർഷങ്ങൾക്കുള്ളിൽ കുറയുകയും ജനങ്ങൾ കുടിയൊഴിയുകയും ചെയ്തു. ഒരു ദേശത്തിന്റെ ഭാവി വെള്ളമില്ലാത്തതിനാൽ തന്നെ ഇരുണ്ടുപോകുന്നു. കുറച്ചു ദൂരം അകലെയാണ് മെഡിറ്ററേനിയൻ കടൽ. വെള്ളമുണ്ട്, പക്ഷേ ഉപ്പുള്ളത്. അത് കുടിക്കാൻ പറ്റില്ല, കൃഷിക്കും ശത്രുവാണ്. എന്നാൽ ഇസ്രായേൽ സർക്കാരിന് ഒരു ധൈര്യപൂർണമായ ചിന്തയുണ്ടായി. കടലിലെ വെള്ളം കൊണ്ടുവന്ന് മരുഭൂമിയെ ജീവിപ്പിച്ചാൽ 2000-ൽ ഏകദേശം $3 ബില്യൺ ചെലവഴിച്ച് ഡെസേർട്ട് വാട്ടർ പ്രോജക്റ്റ് ആരംഭിച്ചു. മരുഭൂമിയിലൂടെ കടൽ ജലത്തിന് ഒരു നിർമ്മിത നദി, അത് തന്നെ പിന്നീട് ശുദ്ധജലമാക്കാനുള്ള വലിയ പ്ലാനുകളും. സാറ്റലൈറ്റ് ചിത്രങ്ങൾ, റഡാർ പരിശോധനകൾ, 100 കണക്കിന് കുഴിവെട്ടലുകൾ, ഏത് പ്രദേശം കാറ്റിൽ മാഞ്ഞുപോകും, ഏത് ഭാഗം സുരക്ഷിതം, എല്ലാം കൃത്യമായി വിലയിരുത്തി. മണൽത്തിട്ടകൾ വെട്ടിമുറിച്ച് നിലമൊത്താക്കാനായി വലിയ ബുൾഡോസറുകളും റോളറുകളും ഉപയോഗിച്ചു. ജലവും ചീറ്റി മണൽ കട്ടിയാക്കി ഭാരം പിടിക്കും വിധം മുറുകെ പിഴിഞ്ഞു. മരുഭൂമിയിൽ ഒരു നദിക്ക് പാത വരയ്ക്കാൻ മനുഷ്യർ ഇവിടെ സത്യത്തിൽ പോരാട്ടം നടത്തി. ഏകദേശം 250 മൈൽ ദൂരം ദിവസേന 70,000 ടൺ മണലും മണ്ണും നീക്കം ചെയ്തു. 1200-ലധികം തൊഴിലാളികൾ പൊള്ളുന്ന ചൂടിൽ ഷിഫ്റ്റുകളായി ജോലി ചെയ്തു. കൂടുതൽ വീതിയുള്ള വലിയ യു ആകൃതിയിൽ നദിയുടെ പാത സൃഷ്ടിച്ചു. 150 അടി വീതിയും 23 അടി ആഴവുമുള്ള ഒരു വിപുലമായ ജലപാത. വെള്ളത്തിന്റെ സഞ്ചാരം കൃത്യമായി തുടരാൻ നദിയുടെ താഴ്ചയിൽ ഓരോ 100 അടി ദൂരത്തിനും 1 ഇഞ്ച് മാത്രമുള്ള ചരിവ്. അത്ഭുതകരമായ കൃത്യത. സാറ്റലൈറ്റ് ചിത്രങ്ങൾ, റഡാർ പരിശോധനകൾ, 100 കണക്കിന് കുഴിവെട്ടലുകൾ. ഏത് പ്രദേശം കാറ്റിൽ മാഞ്ഞുപോകും, മണൽ വെള്ളം ആറ്റിക്കളയും എന്നതാണ് ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് മുഴുവൻ പാതയും കൺക്രീറ്റുമായി പൊതിഞ്ഞു. ചില ഭാഗങ്ങളിൽ HDPE മെംബ്രെയിൻ ഉപയോഗിച്ച് 2 ഇരട്ടി സംരക്ഷണം നൽകി. മുകളിൽ കാറ്റുമണൽ അടിച്ചുകൂടാതിരിക്കാൻ വറ്റുവേർ പുൽപ്പച്ചകളും മരങ്ങളും നട്ടു. ക്രമാതീതമായി മാറുന്ന മണലിനെ ഇങ്ങനെ മനുഷ്യൻ തോൽപ്പിച്ചു. എല്ലാ പരിശോധനകളും കഴിഞ്ഞ് വെള്ളം തുറന്നുവിട്ടപ്പോൾ മരുഭൂമിയിലെ വരണ്ട വഴിയിലൂടെ ആദ്യം വെള്ളമൊഴുകുന്നത് കണ്ട നിമിഷം വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. ജനങ്ങൾ ആഘോഷിച്ചു. വെള്ളത്തിന്റെ ശബ്ദം അവർക്ക് ജീവന്റെ സംഗീതം പോലെ. കടൽ ജലം കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഉപ്പ് കൂടുതലായതിനാൽ ഭൂമിയും കൃഷിയും നശിക്കും. അതുകൊണ്ട് സമുദ്രജലം ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ കൂടി ശുദ്ധജലമാക്കി. വലിയ ഫിൽട്ടറുകൾ, മൈക്രോ ഫിൽട്ടറുകൾ, റിവേഴ്സ് ഓസ്മോസിസ് മെംബ്രെയിൻ എല്ലാം കടന്നുപോയി. H2O മാത്രം ബാക്കിയാക്കി. വെള്ളത്തിന് സ്വാഭാവിക രുചി നൽകാൻ മിനറൽ ചേർത്തു. ശേഷം പൈപ്പ് വഴി വീടുകളിലേക്കും ഫാമുകളിലേക്കും. ഉപ്പുവെള്ളം ജീവജലമാകുന്ന അത്ഭുതം ഇങ്ങനെ നടന്നു. ഒരിക്കൽ പൊള്ളുന്ന മരുഭൂമിയിലായിരുന്നു ഇന്ന് പച്ചപ്പിന്റെ ചിരി. ഓറഞ്ച് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഗോതമ്പ് വയലുകൾ, പനനിരകൾ. ഗ്രാമങ്ങൾ തിരികെ ഉയർന്നു, ജീവിതം തിരികെ പിറന്നു. സാറ്റലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ സ്വർണം പോലെ പരന്ന മണലിനിടെ ഒരു നീണ്ട പച്ചപ്പിന് നദി തിളങ്ങിക്കാണാം. മനുഷ്യൻ സ്വപ്നം കണ്ടാൽ മരുഭൂമികൾ പോലും വഴിമാറും. കടലിനെ തോൽപ്പിച്ച് മരുഭൂമിയെ ജീവിപ്പിച്ച ഇസ്രായേലിന്റെ കഥ നമുക്കൊരു പാഠം തന്നേക്കാം. വെള്ളമുണ്ടെങ്കിൽ ജീവനുണ്ടാകും. ഇസ്രായേൽ മരുഭൂമിയെ ജീവിപ്പിച്ച ഈ അത്ഭുതം നിങ്ങളെ വിസ്മയിപ്പിച്ചോ?